CCM-ന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടുകയാണ് കർമ്മോത്സുകരായ രണ്ടു വ്യക്തിത്വങ്ങൾ. അക്കങ്ങൾ കൊണ്ട് ക്ലാസ് മുറികളിൽ അമ്മാനമാടി കുട്ടികൾക്ക് ഗണിതത്തെ ലളിതവൽക്കരിച്ച റോസ് എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന റോസമ്മ ടീച്ചറും, തന്റെ ശാന്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് CCM-ന്റെ ഓഫീസ് പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തിയിരുന്ന ഓമനച്ചേച്ചി എന്ന മേരി ജോണും. ഈ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. തികച്ചും ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ വലിയ വീട്ടിൽ പുത്തൻപുരയ്ക്കൽ PT വർക്കിയുടെയും ത്രേസ്യാക്കുട്ടിയുടെയും 9 മക്കളിൽ ഇളയവളായി റോസ് ജനിച്ചു. പുണ്യം കൊണ്ടും സുഹൃതം കൊണ്ടും കുട്ടികളെ നന്മയിൽ വളർത്തിയ മാതാപിതാക്കൾ ജ്ഞാനത്തിൽ അവരെ കരുത്തുറ്റവരാക്കി. ഗ്രാമീണ സൗന്ദര്യവും നന്മയും ഒത്തിണങ്ങിയ കൊച്ചു റോസിന്റെ ബാല്യകാല വിദ്യാഭ്യാസത്തിന് മാതാപിതാക്കൾ തിരഞ്ഞെടുത്തത് കൊല്ലക്കുളം ഗവൺമെന്റ് LP സ്കൂളാണ്. തുടർന്ന് 5 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസം CMI കോട്ടയം പ്രോവിൻസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പൂർത്തിയാക്കി. തുടർന്ന് ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ സുവർണകാലം കഴിച്ചുകൂട്ടിയത് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലാണ്. ഗണിതത്തെ ഏറെ സ്നേഹിച്ചിരുന്നതിനാൽ ഡിഗ്രി പഠനത്തിന് ആ വിഷയം തന്നെ സ്വന്തമാക്കി. ഒരു നല്ല അധ്യാപിക എന്ന സ്വപ്നത്തെ മനസ്സിൽ താലോലിച്ച റോസ് പിന്നീട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി തിരഞ്ഞെടുത്തത് TTC പഠനമായിരുന്നു. ഇടമറ്റം NSS TTIയിൽ നിന്നും TTC പഠനവും പിന്നീട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പായ്പാട് സെന്ററിൽ നിന്ന് B.Edും സ്വന്തമാക്കി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ റോസമ്മ ടീച്ചർ താൻ സ്വന്തമാക്കിയ ഈ വിജ്ഞാനപ്രഭയിൽ നിന്നും തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കായി ഈ ദീപത്തെ പകർന്നു നൽകിക്കൊണ്ടിരുന്നു. ഒരു അധ്യാപിക എന്ന നിലയിൽ റോസമ്മ ടീച്ചറിന്റെ പ്രവർത്തന മണ്ഡലം ആദ്യമായി തുറന്നുകൊടുത്തത് പുണ്യസ്മരണാർഹനായ ബഹുമാനപ്പെട്ട മാത്യു വേലംകുന്നേൽ അച്ഛനാണ്. 1993 ജൂൺ 5 ഇടമറ്റം KTJM സ്കൂളിൽ ആദ്യ നിയമനം ലഭിച്ചു. ഒരു അധ്യാപിക എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനങ്ങൾ ഉത്സാഹത്തോടെ ടീച്ചർ ആരംഭിച്ചു. തുടർന്ന് സെന്റ് ആന്റണീസ് മുത്തോലി, സെന്റ് ആന്റണീസ് പൂഞ്ഞാർ, അസംഷൻ HS പാലമ്പ്ര എന്നീ സ്കൂളുകളിലും തന്റെ തിളക്കമാർന്ന സേവനങ്ങൾ ടീച്ചർ കാഴ്ചവെച്ചു. തന്റെ സേവനത്തിന്റെ ഏറിയ പങ്കും ടീച്ചർ ചിലവഴിച്ചത് CCM സ്കൂളിൽ തന്നെ ആണെന്നത് സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. 2006 ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ടീച്ചർ CCM സ്കൂളിൽ 3 വർഷവും തുടർന്ന് HS വിഭാഗത്തിൽ 13 വർഷവും അങ്ങനെ 31 വർഷത്തെ സേവനത്തിൽ 16 വർഷങ്ങൾ CCM-നെ ഹൃദയത്തിൽ ചേർത്തു നിർത്തി. അവളുടെ വിജയത്തിലും വേദനകളിലും സന്തോഷങ്ങളിലുമൊക്കെ ടീച്ചർ അവളോട് ചേർന്ന് നിന്നു. ഒരു നല്ല അധ്യാപിക എന്ന നിലയിൽ ശോഭിക്കുന്നതോടൊപ്പം ടീച്ചർ ഒരു നല്ല കുടുംബിനിയുമാണ്. അധ്യാപിക എന്ന നിലയിൽ ശോഭിക്കുന്ന ടീച്ചറിന് ഏറെ പ്രോത്സാഹനവും പിന്തുണയും ശക്തിയും പകർന്ന് കൂടെ നിന്ന് ഭർത്താവ് ജോജി ഫിലിപ്പ് സാർ സഹായിക്കുന്നു. CMI തിരുവനന്തപുരം പ്രോവിൻസിന്റെ സെയിന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സാർ 2022 സർവീസിൽ നിന്നും വിരമിച്ചു. ദീർഘദൂരം യാത്ര ചെയ്ത് അധ്യാപന ജോലി ചെയ്തു വരുന്ന ടീച്ചറിന് സഹായമായി കൂടെ നിൽക്കുന്നവരാണ് ടീച്ചറിന്റെ 3 കൺമണികളായ ട്രീസു, മർലു, റോസു എന്നിവർ. നിങ്ങൾ ഏവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കർമ്മമണ്ഡലത്തെ പ്രശോഭിപ്പിച്ചിരുന്ന ടീച്ചർ എന്നും ഏവർക്കും ഒരു മാതൃകയാണ്. രക്ഷിതാക്കളോട് വളരെ അടുത്ത ബന്ധം പുലർത്തി കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തുന്നതിൽ ടീച്ചർ വിജയിച്ചിട്ടുണ്ട്. ഒരമ്മയുടെ വാത്സല്യം തന്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന, എല്ലാവരെയും കരുതലോടെ സ്നേഹിക്കുന്ന ഉത്തമ വ്യക്തിത്വം. അമ്മ മനസ്സിന്റെ നൈർമല്യത്തോടെ തന്റെ ശിഷ്യഗണത്തിന്റെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ച തിളക്കമാർന്ന വ്യക്തിത്വം. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല അനുഭവങ്ങൾ ബാക്കി വെച്ചാണ് റോസമ്മ ടീച്ചർ പടിയിറങ്ങുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഇടനാട് കുടുംബത്തിൽ ജോജി സാറിനോടും മക്കളോടുമൊപ്പം സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതം കരഗതമാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദിയോടെ
ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രണാമം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കരിക്കാട്ടൂരിന്റെ സ്വന്തമായ ഓമന എന്ന് വിളിക്കപ്പെടുന്ന മേരി ജോൺ, തികച്ചും ഗ്രാമീണത മുറ്റി നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ കരിക്കാട്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഗ്രാമീണതയിൽ വളർന്നു വന്നവൾ. 25 വർഷത്തെ തന്റെ സേവനത്തിന്റെ 23 വർഷവും ഈ CCM-ന്റെ കരുതലായി കൂടെ നിന്നു. 25 വർഷത്തെ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്നും പടിയിറങ്ങുന്ന ഓമന ചേച്ചിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കപ്പിലാൻ തോട്ടത്തിൽ ജോൺ ത്രേസ്യ ദമ്പതികളുടെ 8 മക്കളിൽ 4ാമതായി ജനിച്ച ഓമന തിങ്കൾ കിടാവ്. തങ്ങളുടെ മകൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിനായി മാതാപിതാക്കൾ തിരഞ്ഞെടുത്തത് സെന്റ് തോമസ് LP സ്കൂൾ കരിക്കാട്ടൂർ. 4ാം ക്ലാസ് പഠനത്തിനു ശേഷം എത്തിച്ചേർന്നത് CCM ക്യാമ്പസിൽ. ജെയിംസിന്റെ ജീവിതസഖിയായ ഓമന ചേച്ചിയുടെ ഏകപുത്രനാണ് ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോൺ. ജീവിതത്തിന്റെ ഒരു ഘട്ടം എല്ലാവരും തന്നെ തൊഴിലന്വേഷകരാണ്. അതുപോലെ തന്റെ ജീവിതത്തിന്റെ ഒരു തൊഴിലന്വേഷണത്തിനിടയിൽ 1999 CCM സ്കൂളിന്റെ ഓഫീസ് സ്റ്റാഫായി ബഹുമാനപ്പെട്ട ചെമ്പളാമ്പറമ്പിൽ പോളച്ചൻ ആദ്യ നിയമനം ചേച്ചിക്ക് നൽകി. ഏൽപ്പിക്കപ്പെടുന്ന ജോലികളിലുള്ള വിശ്വസ്തതയും ശാന്തമായി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും തുടർന്നും CMI കോട്ടയം പ്രോവിൻസിന്റെ സ്കൂളിൽ സ്ഥിര നിയമനം ലഭിക്കുന്നതിന് കാരണമായി. തന്റെ സർവീസിൽ 2011 ഇടമറ്റം KT ജെയിംസ് സ്കൂളിലും 2012 അസംഷൻ പാലമ്പ്രയിലും പ്രവർത്തിച്ചതൊഴികെ ബാക്കി തന്റെ 23 വർഷത്തെ സേവനകാലവും CCM HSS-ൽ തന്നെ ആണ് എന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. കുട്ടികളുടെ ഏത് ആവശ്യങ്ങളിലും ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ കരുതലോടെ കൂടെ നിൽക്കാൻ എപ്പോഴും ഓമന ചേച്ചിയുണ്ട്. അതിനാൽ തന്നെ കുട്ടികൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചേച്ചിയെ സമീപിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നീണ്ട 23 വർഷക്കാലം CCM-ന്റെ സ്വന്തമായി CCM-ന്റെ സ്പന്ദനങ്ങൾ ചേർന്ന് നിന്ന് മനസ്സിലാക്കി അതിന്റെ വിജയത്തിൽ സന്തോഷിച്ച് വേദനകളിൽ കൂടെ നിന്ന് കരുതലോടെ കാവലോടെ ജീവിച്ച് ഈ സ്കൂളിന്റെ പടിയിറങ്ങുന്ന ഓമന ചേച്ചിക്ക് നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഹൃദയത്തുടിപ്പോടെ പ്രണാമം.